നേതാക്കൾക്ക് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. ഹൈക്കമാൻഡ് പക്ഷം പിടിക്കുന്നു എന്ന തരത്തിൽ പ്രചാരണം പാടില്ല. ഇത്തരം പ്രചാരണം തുടർന്നാൽ കർശന നടപടിയെന്ന് കേരള നേതാക്കൾക്ക് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ഒരു വിഭാഗത്തിന് ഹൈക്കമാൻഡ് പിന്തുണ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം പ്രചാരണം ശക്തമായിരുന്നു. അതിനിടെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന് കെ സുധാകരന് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകി. KC വേണുഗോപാലുമായി ഇന്ന് സുധാകരൻ കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, വലിയ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ ഹൈക്കമാൻഡ് കടക്കുകയാണ് എന്ന് തോന്നുന്നു. കാരണം ഒരുമിച്ച് നിർത്തിയാൽ മാത്രമേ ഭരണം കയ്യിൽ നിർത്താൻ കഴിയൂ എന്ന ഒരു വീണ്ടും വിചാരത്തിലേക്ക് കോൺഗ്രസ് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന നേതൃത്വത്തിൽ ഇപ്പോഴും അധികാരത്തിനായുള്ള തർക്കം മുറുകി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കമാൻഡിന്റെ സജീവമായിട്ടുള്ള ഇടപെടൽ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ രണ്ട് വിഭാഗമായി നിന്ന് തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ച നടത്തുകയും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായി പുറത്തും സമാനമായ ചർച്ചകൾ നടന്നു തുടങ്ങിയതോടുകൂടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ഹൈക്കമാൻഡ് വളരെ കൃത്യമായി കേരള നേതാക്കളോട് പറഞ്ഞ കാര്യം, കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ ഹൈക്കമാൻഡ് ഇന്നയാളുടെ പക്ഷത്താണ് അല്ലെങ്കിൽ ഇന്നയാളുടെ പക്ഷത്താണ് എന്ന നിലയിലുള്ള ചർച്ച ഉറപ്പായും അവസാനിപ്പിക്കണം, ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശമാണ്, മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പിൽ പറയുന്ന കാര്യം, ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം VD സതീശൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾക്ക് ഹൈക്കമാൻഡിന്റെ പിന്തുണ എന്ന നിലയിൽ ചില പ്രചാരണങ്ങൾ സജീവമായിരുന്നു. ഈ പ്രചാരണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഒരു നേതാവിനും ആ നിലയിലുള്ള പിന്തുണ നൽകുന്നില്ല. കൂട്ടുത്തരവാദിത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കമ്മിറ്റിക്കാണ് പിന്തുണയുള്ളത്, അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾക്കല്ല പിന്തുണ എന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഉത്തരവാദിത്വത്തോടു കൂടി ഒരുമിച്ച് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ കേരളത്തിൽ അടുത്ത തവണയും അധികാരത്തിന്റെ പുറത്തായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ദേശീയ നേതൃത്വം നൽകുന്നുണ്ട്. കെ സുധാകരന്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഹൈക്കമാൻഡ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ അതേ സമയത്ത് സുധാകരൻ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പരിഗണന നൽകി വേണം മാറ്റേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ആളുകളുടെ ആവശ്യം കൂടി ഇപ്പോൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് തീരുമാനം നീണ്ടുപോകുന്നത്. ശരി അനൂപ്.